ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നാടൻ കറിയാണെന്നുള്ളത്. നമ്മുടെ നാടൻ രീതിയിലുള്ള സവോള തീയലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. തേങ്ങ ചേർക്കാതെയാണ് ഈ തീയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങ ചേർക്കാതെ ഈസി ആയിട്ട് എല്ലാവർക്കും, വീട്ടമ്മമാർക്കാണെങ്കിലും ബാച്ചിലേഴ്സിനാണെങ്കിലും, ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെയാണ്, തേങ്ങയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തീയലാണിത്. ചോറിൻ്റെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നാടൻ സവോള തീയൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്, ആദ്യം തന്നെ സവോള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവോള വലിയ ക്യൂബ്സ് ആയിട്ടല്ല, ഒരു മീഡിയം വലിപ്പമുള്ള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 സവോളയാണ്, മീഡിയം വലിപ്പമുള്ള 4 സവോള എടുക്കുകയാണെങ്കിൽ 4 പച്ചമുളക് എടുക്കാം, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ നമുക്ക് വേണ്ടത് വാളൻപുളി, അതുപോലെ തന്നെ ശർക്കര, കുറച്ച് പൊടികളൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ സവോള വഴറ്റാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനിലും വഴറ്റാം, മൺചട്ടിയിലും വഴറ്റാം, ഇരുമ്പിൻ്റെ ചട്ടിയിലും വഴറ്റാം, ഏതിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് കമൻറ്റ്സ് വരുന്നുണ്ട്, നോൺ സ്റ്റിക്ക് പാൻ ഉപേക്ഷിക്കുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്കിലല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോൺ സ്റ്റിക്കിലല്ലാതെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രൈ പാനിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഫ്രൈ പാനിൽ തന്നെ ചെയ്യാം. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ അത്യാവശ്യം വേണം. നമ്മൾ ഉള്ളി തീയൽ ഉണ്ടാക്കുകയാണെങ്കിലും സവാള തീയൽ ഉണ്ടാക്കുകയാണെങ്കിലും വെളിച്ചെണ്ണ അത്യാവശ്യം ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി തുടങ്ങുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ് കേട്ടോ രാവിലെ, അതുകൊണ്ട് ഞാൻ ഇത്തിരി സൗണ്ട് കൂടുതലായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കില്ലേ എന്താണ് ഇടയ്ക്ക് സൗണ്ട് കൂടിപ്പോയതെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ മഴയാണെന്നുള്ളത്. അപ്പോൾ മഴയുടെ സൗണ്ടും കൂടി ഉണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഞാൻ ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മഴ തുടങ്ങിയത്, അതുകൊണ്ടാണ് ഇത്തിരി സൗണ്ടിൽ സംസാരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത പച്ചമുളക്, അതുപോലെ തന്നെ നമ്മൾ സവോള കട്ട് ചെയ്തത്, ശരിക്കും ടേസ്റ്റ് കൂടുതൽ നമ്മുടെ ഉള്ളിത്തീയലിനാണ്. നമ്മൾ ഉള്ളിയൊക്കെ തൊലിച്ച് നന്നാക്കി എടുക്കാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സവോള തീയൽ ചെയ്യുന്നത്. അപ്പോൾ വാളൻപുളി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാളൻപുളിയാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് വേഗം വഴന്ന് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കറിക്കും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇനി സവോള ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ സവോള വഴറ്റിയെടുക്കുക. ഉള്ളിയാണെങ്കിലും ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീയലിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് തീയൽ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട്. ആദ്യം നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. നമ്മളിപ്പോൾ പച്ചമുളകും മുളക് പൊടിയും ചേർക്കുമ്പോൾ 1/2 ടീസ്പൂൺ മതി. ഇനി ഇതൊന്ന് പൊടികൾ നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കേണ്ടത് ഉലുവപ്പൊടിയാണ്. ഉലുവപ്പൊടി ഒരു 2 പിഞ്ച് ചേർക്കാം. ഒരുപാടായിട്ടുണ്ടെങ്കിൽ കയ്പായി പോകും. ഈ പൊടികളൊക്കെ ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് കുറച്ച് കായം കൂടി ഇതിലേക്ക് ചേർക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മതി, ഒരുപാട് വേണ്ട. പൊടികൾ നന്നായിട്ട് കുക്കായി വരട്ടെ, അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർക്കാം കേട്ടോ. നമ്മുടെ എരിവുള്ള മുളക് പൊടി ചേർക്കേണ്ട. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊടികൾ ചേർക്കുക, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പുളി ഉണ്ടല്ലോ, വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ചേർക്കാം. കൂടുതൽ വെള്ളം ചേർക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് കാര്യമില്ല. നമ്മുടെ കറി ഒന്ന് കുറുകി വരാൻ പാകത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ആദ്യം നന്നായിട്ട് ലൂസായിരിക്കണം കറി, അതിനുശേഷം തിളച്ച് കുറുകി വരണം. അതിനാവശ്യമായിട്ടുള്ള വെള്ളം വേണം. ഞാൻ നമ്മുടെ പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം നമുക്ക് ചേർക്കാം. ഞാൻ 1 കപ്പും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് കുറുകി വരുന്നത് വരെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് തിളയ്ക്കണം. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും വെള്ളം ചേർക്കുന്നുള്ളൂ.
ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് തുടങ്ങുന്നുണ്ട്. ഞാനിതിലേക്ക് ഇത്രയും ശർക്കര ചേർക്കുന്നുണ്ട്. കുറച്ചധികം ശർക്കര ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതൊരു മധുരമുള്ള കറിയാകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക നമുക്ക് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ. നന്നായിട്ട് തിള വന്നു കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. നന്നായിട്ട് തിള വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പുളി കുറവാണെങ്കിൽ പുളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മധുരം കുറവാണെങ്കിൽ മധുരവും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കറക്റ്റാണ്. ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തീയൽ കണ്ടോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ തിളപ്പിക്കാൻ പോകുന്നത്. അടച്ചൊന്നും വയ്ക്കുന്നില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതിനുശേഷം നമുക്ക് പറയാം. ഇപ്പോൾ ഇതിന് തിളച്ചൊന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ നല്ല ലൂസായിട്ടുള്ള ഗ്രേവിയാണ്. ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമ്മൾ തിളപ്പിച്ചെടുക്കാം. നമുക്ക് എത്രത്തോളം തിക്കായിട്ടുള്ള കറി വേണം എന്നുള്ളതനുസരിച്ച് തന്നെ തിളപ്പിച്ചെടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ഉള്ളിത്തീയലും ചെയ്യാവുന്നതാണ്. സവോളയ്ക്ക് ഒരു ഉള്ളി ചേർക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഉള്ളി നീളത്തിൽ കട്ട് ചെയ്യണം എന്നേ ഉള്ളൂ കേട്ടോ. റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളിത്തീയലിന് അത്ര ടേസ്റ്റ് വരില്ല. നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക. ബാക്കിയുള്ള സ്റ്റേജുകളൊക്കെ തേങ്ങ ചേർക്കാതെ ഇതുപോലെ തന്നെ ഉള്ളിത്തീയലും ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും ഇതിനെ ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ മുകളിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഒരുവിധം കുറുകിയിട്ടുണ്ട് കണ്ടോ. ഇനി അധികം കുറുകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളി തീയലിന് പകരം ഉള്ളി തൊടുകറി ഉണ്ടല്ലോ, നമ്മുടെ പച്ചടിയൊക്കെ പോലെ ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. സവോള കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉപ്പും എരിവും പുളിയും എല്ലാം ചെക്ക് ചെയ്തിട്ട് എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം. പുളി കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും പുളി ചേർക്കാം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കണം, ഇല്ലെങ്കിൽ പുളി കുറഞ്ഞു പോകും. ആ ഒരു പുളിയുടെ റോ ടേസ്റ്റ് വരുമ്പോൾ നമുക്ക് ഈ കറി അത്ര എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റില്ല. പിന്നെ മധുരം കുറവാണെങ്കിൽ ശർക്കര ചേർക്കാൻ മടിക്കരുത്. മധുരം കുറവല്ലെങ്കിലും മധുരം കുറവാണെങ്കിലും ഈ കറിയിൽ ശർക്കര ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ മധുരം കുറവാണെങ്കിൽ ഉറപ്പായിട്ടും ശർക്കര ചേർക്കാം. മധുരമുള്ളൊരു കറിയാണിത്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മധുരവും പുളിയും ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്. നമുക്ക് ഇനി ഇതിലേക്ക് വറവ് ചേർക്കണം. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ ഉപയോഗിക്കരുത് കേട്ടോ. ഉടനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി നന്നായിട്ട് ചൂട് മാറി കഴിഞ്ഞാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ മാക്സിമം ഉള്ളിത്തീയൽ അല്ലെങ്കിൽ സവോള തീയലൊക്കെ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുക. ഇല്ലെങ്കിൽ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. എന്തായാലും നന്നായിട്ട് ചൂട് മാറിയിട്ട് കഴിക്കുക. ചൂടോടുകൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. മൺചട്ടി ആയതുകൊണ്ട് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വറവ് ചേർക്കാം. സാധാരണ നമ്മൾ കടുക് വറവ് ചേർക്കുന്ന പോലെയല്ല, ഇതിലേക്ക് ഉലുവയും കൂടി ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്കിനി വറവ് ചേർക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. പിന്നെ നമ്മുടെ തീയൽ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ വറുത്തരച്ച് തന്നെ ചേർക്കണം കേട്ടോ. തേങ്ങ വറുത്തരച്ച് ചേർത്താൽ തീയലിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാവുള്ളൂ. അത് ഉള്ളിയാണെങ്കിലും സവോളയാണെങ്കിലും പാവയ്ക്ക തീയലാണെങ്കിലും ഏത് തീയലാണെങ്കിലും നമ്മൾ തേങ്ങ വറുത്തരച്ച് ചേർത്താലാണ് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവുക. തേങ്ങ ചേർക്കാതെയുള്ള തീയലിന് ക്വാണ്ടിറ്റി കുറവായിരിക്കും. അത് മാത്രമേ നമുക്കൊരു പ്രോബ്ലം ഉള്ളൂ. ഇല്ലെങ്കിൽ എളുപ്പമാണ്, ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണിത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉലുവ പൊടി തീയലിൽ ചേർത്തിട്ടുണ്ടെങ്കിലും ഉലുവയും കൂടി ചേർത്താലേ ടേസ്റ്റ് പെർഫെക്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ ഒരു 4-5 ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ തീയലിന്. നമ്മുടെ കടുകും ഉലുവയും എല്ലാം പൊട്ടിക്കഴിയുന്നുണ്ട്. നമുക്കിതിലേക്ക് ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 4-5 എണ്ണം മതി. അത് ഉള്ളിത്തീയലാണെങ്കിലും ഇതുപോലെ തന്നെ വറവ് ചേർക്കണം കേട്ടോ. ഉള്ളി ചേർത്തിട്ട് ഇതൊന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് 2-3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നിങ്ങൾ മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നതെങ്കിൽ ആ മൺചട്ടിയിൽ തന്നെ വയ്ക്കുക. നോൺ സ്റ്റിക്ക് പാനിലോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലോ ആണ് കറി ഉണ്ടാക്കുന്നതെങ്കിൽ കറി പകർത്തി മാറ്റി വയ്ക്കുക കേട്ടോ. ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയിൽ പുളിയുള്ള കാര്യങ്ങൾ അധിക സമയം വയ്ക്കുന്നത് നല്ലതല്ല. അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. മൺചട്ടിയിൽ വയ്ക്കുകയാണ് എപ്പോഴും നല്ലത് ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ. അപ്പോൾ നമ്മൾ ഉള്ളി ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ഷെയ്ഡായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. ഞാനൊരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളകിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് നമ്മുടെ തീയലിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഈ വറവ് ചേർത്തിട്ട് ഇനി തീയിൽ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തീയലിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറവ് ചേർക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ, വറവ് തീയലിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ വറവ് നമുക്ക് നമ്മുടെ തീയലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്തതിന് ശേഷം ചൂടോടെ കഴിക്കരുതെന്ന് പറഞ്ഞത് പ്രത്യേകം ഓർക്കുക. നന്നായിട്ട് ചൂട് മാറിയിട്ട് മാത്രം കഴിക്കുക. അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഊണ് കഴിക്കാൻ എടുക്കുമ്പോൾ മാത്രം നിങ്ങൾ സെർവ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്ന് എടുക്കുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വറവ് ചേർത്തിട്ട് അടച്ചു വയ്ക്കുക. ഊണ് കഴിക്കുന്ന സമയമാകുമ്പോൾ തീയലെടുക്കുക. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ ഒരു മുട്ട പൊരിച്ചതോ പപ്പടം പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഊണ് കഴിക്കാം കേട്ടോ. വേറെ കറികളൊന്നും വേണ്ട, ഇതിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പീസ്, കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കില്ലല്ലോ. അത് നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് കമൻറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോഴാണ് എനിക്ക് കമൻറ്റിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ, ഇങ്ങനെയുള്ള റെസിപ്പികൾ ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അപ്പോൾ കണ്ടോ നമ്മുടെ കറി വീണ്ടും തിളയ്ക്കുന്നുണ്ട്. ആ ചട്ടിയുടെ ചൂടുള്ളത് കൊണ്ടാണ് തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചട്ടി മാറ്റി വയ്ക്കട്ടെ. എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.